ഹലോ, എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. പഠിത്തം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാതെ കുറച്ചൊക്കെ നമുക്കും നമ്മുടെ ഫാമിലിക്കും ഒക്കെ വേണ്ടി ടൈം മാറ്റി വയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ആരും ടെൻഷനൊന്നും ആവാതെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അതിനൊപ്പം പഠിത്തം കൊണ്ടുപോവുക. ഓവർ ടെൻഷനൊന്നും ആവണ്ട. ഓവർ ടെൻഷൻ നമ്മളെ എവിടെ എത്തിക്കില്ല എന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ എനിക്ക് പഠിക്കാനുള്ള സ്ഥലമൊക്കെ ഒന്ന് ക്ലീനാക്കി ഇട്ടു. ഈ റൂം അങ്ങനെ ആരും യൂസ് ചെയ്യാത്തൊരു റൂമാണ്, അതുകൊണ്ട് അത്യാവശ്യം പൊടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് ഇരുന്ന് പഠിക്കാറുണ്ട്. അപ്പോൾ സ്ഥലം മാറി ഇരുന്ന് പഠിക്കാനൊക്കെ തോന്നുമ്പോൾ ഇടയ്ക്ക് ഇവിടെ വന്നിരുന്ന് പഠിക്കും. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു ടു ഡു ലിസ്റ്റ് എഴുതി. ഈ ടു ഡു ലിസ്റ്റ് എഴുതുന്നതിന് ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടാനായിട്ട് ഇത് കുറച്ച് ഉപകരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ അങ്ങനെ എഴുതാറൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ എഴുതുന്നുണ്ട്. കാരണം ഇന്ന് ഇത്രയൊക്കെ പഠിച്ചല്ലോ, ഇന്നത്തെ ദിവസം ഇത്ര പ്രൊഡക്റ്റീവായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാനായിട്ട് ഈ ലിസ്റ്റ് ഇങ്ങനെ എഴുതുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഇന്ന് പഠിച്ചത് ഇന്ത്യ ഗതാഗത വാർത്താവിനിമയ മേഖല, പിന്നെ അയ്യങ്കാളി ചട്ടമ്പി സ്വാമികൾ, ഇത് രണ്ടും പഠിച്ചു. പിന്നെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഊർജവും അതിൻ്റെ പരിവർത്തനവും, ശരാശരി, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പിന്നെ SCERTയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ, PYQ, മോക്ക് ടെസ്റ്റ്. ഇത്രയാണ് ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എത്രയും ഏതുവരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മാക്സിമം കംപ്ലീറ്റ് ചെയ്യണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ കാര്യമായിട്ട് തന്നെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഗതാഗതം എന്നുള്ള ഭാഗം ഞാൻ അങ്ങനെ നോക്കാത്തതാണ്. റോഡ് ജലഗതാഗതം പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലാതെ വേറൊന്നും ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ NH കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റായിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അങ്ങനെ കറക്റ്റായിട്ടൊന്നും ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഞാനൊന്ന് പഠിച്ചു. ഞാനത് ഇങ്ങനെ റാങ്ക് ഫയൽ അങ്ങനെയല്ല പഠിച്ചത്. ഇതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സായിട്ടുള്ള ക്വസ്റ്റ്യനും 4 ഓപ്ഷൻ അങ്ങനെ വരുന്ന റാങ്ക് ബുക്കാണ്. അപ്പോൾ അതിനകത്ത് നോക്കിയിട്ടാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. റാങ്ക് ഫയലിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, അത് മുഴുവനും പഠിക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്, ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് പോകാമെന്നുള്ള രീതിയിൽ. അപ്പോൾ കുറച്ച് പഠിച്ചിട്ട് പിന്നെ ഒന്ന് ബ്രേക്ക് എടുത്തിട്ടാണ് അടുത്ത ഭാഗം ഇരുന്നത്. കണ്ടിന്യൂസ് ഇരിക്കുമ്പോൾ എന്തായാലും നമുക്ക് മടുപ്പാകും. കാരണം ജലഗതാഗതവും റോഡ് ഗതാഗതം, വ്യോമഗതാഗതം, റെയിലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് ബോറടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഓരോന്ന് കഴിയുമ്പോൾ ഞാൻ ബ്രേക്ക് എടുത്തിട്ടാണ് അടുത്ത ഭാഗം പഠിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. NH ഒക്കെ പഠിച്ചപ്പോൾ ഞാൻ വരച്ച് പഠിക്കാൻ ആണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ജിയോഗ്രഫിയും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ടൈമിൽ വരച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് മെമ്മറിയിലിരിക്കും. അപ്പോൾ അങ്ങനെ വരച്ച് പഠിക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ PSC പഠിക്കാനായിട്ട് ഇരിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്നൊരു പ്രശ്നമാണ് മറ്റുള്ള ആളുകളുടെ ഓരോ ചോദ്യങ്ങൾ. ഇതുവരെ ജോലി ആയില്ല അല്ലേ, PSC നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. എൻ്റെ പരിചയത്തിൽ ഒരാൾ ലിസ്റ്റ് വന്നിട്ടേ ഇതുവരെ കിട്ടിയിട്ടില്ല, ഫുള്ള് പിൻവാതിൽ കളിയല്ലേ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവും. PSCയോ വേറെ പണിയില്ലേ, അങ്ങനെയൊക്കെ നമ്മൾ ഈ അടുത്ത് കൂടി ഞാനൊരു ഫംഗ്ഷന് പോയപ്പോൾ എനിക്ക് കേട്ടത് ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം അപ്പോൾ അതൊക്കെ കേട്ടിട്ട് കോൺഫിഡൻസ് കൂടി പോയിട്ടിരിക്കുന്നവരുണ്ടാവാം. ഇത് ഈ PSC പഠിക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ള എല്ലാവരും ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമാണ്. അത് ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് ആദ്യമേ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചേക്കുക. അല്ലാതെ ഇതൊക്കെ കേട്ട് മനസ്സ് മടുപ്പിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നഷ്ടം നമുക്ക് തന്നെയായിരിക്കും. കാരണം ഇപ്പോൾ അത് നടക്കില്ല എന്ന് പറയുന്നത് ശരിക്കും അത് നടക്കാത്തത് അവർക്കായിരിക്കും. അത് നമുക്ക് നടക്കും എന്ന് നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക. പിന്നെ ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിക്കോ, ഈ പറയുന്ന ആളുകളൊക്കെ അപ്പോൾ കുറച്ചുകൂടി നമ്മളോട് സ്നേഹത്തിലും ഒക്കെ സംസാരിക്കുക വരുന്നത്. അപ്പോൾ അവരുടെ വേറൊരു ഭാവം കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ അവർ പറയുന്ന നെഗറ്റീവ്സ് കേട്ടിട്ട് അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് അതിൽ വീണ് പോകരുത് നിങ്ങൾ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അങ്ങനെ വീണ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ച് ഒരു ലെവലാക്കി എത്തി നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ വീണു പോകും. നമ്മുടെ കൈ വിട്ടു പോകും, നമ്മുടെ പഠിത്തം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പിന്നീട് അത് തിരിച്ച് പിടിക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെടേണ്ടി വരും.
ഇടയ്ക്ക് സ്റ്റഡീസ് ബ്രേക്ക് ആയിട്ടുള്ളവരാണെങ്കിൽ അവർക്കറിയാം റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിട്ടിട്ടുള്ളതെന്ന്. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടിക്കൊണ്ടുവരാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ഓരോ ആളുകളുടെ വാക്കുകൾ കേട്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ട് അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെന്ന് വിചാരിച്ചിട്ടോ ഒന്നും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നിങ്ങൾ കളയരുത്. ഇനിയിപ്പോൾ കോൺഫിഡൻസ് ലെവൽ കൂട്ടണം അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിന് വേറെ ട്രിക്ക് കാര്യങ്ങളൊന്നുമില്ല. ഒറ്റ കാര്യമുള്ളൂ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ചെയ്യുക. അതൊക്കെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ കയറില്ല. അല്പം ഒന്ന് റിലാക്സൊക്കെ ആയിട്ട് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാൻ നോക്കുക. അല്ലാതെ ഇത് കുറേ ഇന്ന് പഠിച്ച് തീർക്കും അങ്ങനെ വിചാരിച്ച് അങ്ങനെ വാശി പിടിച്ചിരുന്ന് പഠിക്കാതെ നമുക്ക് നമ്മുടെ ബ്രെയിനിന് കുറച്ചൊന്ന് റിലാക്സ് ആവാനുള്ള ടൈം കൊടുത്തിട്ട് പഠിക്കുക. ഇനി പഠിത്തം അല്ലാത്ത ടൈമിൽ ഇപ്പോൾ നമ്മളെന്തെങ്കിലും വർക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ കുളിക്കുകയാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു ടൈമിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റീകോൾ ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ന് പഠിച്ച കാര്യം ഇന്ന് വൈകിട്ട് ഇങ്ങനെ ഓർത്തൊക്കെ കിടക്കുന്ന ടൈമിൽ ചിലപ്പോൾ നമുക്ക് ആ ഭാഗം അയ്യോ അത് കിട്ടുന്നില്ലല്ലോ, അതെന്തായിരുന്നു, അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ആ ഭാഗത്ത് അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല, അതൊന്നുകൂടി നോക്കണം എന്ന് നമുക്കൊരു ബോധം വരും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പഠിക്കാനിരിക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ ഉടനെ തന്നെ ബുക്ക് എടുത്ത് നോക്കാൻ പറ്റുമെങ്കിൽ അപ്പം തന്നെ പോയിട്ട് നോക്കുക. അതല്ലെങ്കിൽ നമ്മളത് മൈൻഡിൽ ഓർത്ത് വെച്ചിട്ട് നമ്മൾ ബുക്ക് എടുക്കുന്ന ടൈമിൽ ആദ്യമേ തന്നെ നമുക്ക് ഡൗട്ട് അടിച്ച ആ ഒരു ഭാഗം നോക്കി തന്നെ പോവാം. അങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ പറ്റുക. പിന്നെ ഈ പെയ്ഡ് കോഴ്സൊക്കെ എടുത്തിട്ടുള്ളവരാണെങ്കിൽ അറിയാം, ഈ മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു 800,000 പേരൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളൊരു മോക്ക് ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം ചിലപ്പോൾ നമ്മൾ ഏറ്റവും പിന്നിലായിരിക്കാം. ഒരു 100-150 അതിനൊക്കെ ഇടയിലാണ് വന്നിട്ടുള്ളതെങ്കിൽ അടുത്തടുത്ത എക്സാമുകളിൽ നമ്മൾ പഠിച്ച എക്സാം അറ്റൻഡ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മളുടെ സ്കോർ ഉയർന്നു വരികയും നമ്മുടെ റാങ്ക് മുന്നിലേക്ക് ആവുകയും ചെയ്യുന്നത് കാണാം. ഇപ്പോൾ ഒരു 50-30 അതിൻ്റെ ഉള്ളിലൊക്കെ തന്നെ നമ്മുടെ റാങ്ക് എത്തുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒരുപാട് വർദ്ധിക്കും. അപ്പോൾ അതൊക്കെയാണ് പെയ്ഡ് കോഴ്സ് എടുത്താലുള്ള ഗുണങ്ങൾ. പിന്നെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനാണെങ്കിൽ ഫ്രീ മോക്ക് ടെസ്റ്റുകൾ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. ഞാൻ പറഞ്ഞിട്ടുണ്ട് PSC PDF-ലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താലൊക്കെ തന്നെ ഇഷ്ടം പോലെ മോക്ക് ടെസ്റ്റുകൾ കിട്ടും. അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് കിട്ടാൻ പ്രിൻ്റ് എടുക്കാൻ അങ്ങനെയൊന്നും പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ PSC PDF-ൽ തന്നെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. ഇനി ഇവരുടെ തന്നെ PSC PDF-ൻ്റെ തന്നെ ടെലഗ്രാമിൽ പോയാലും അവർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിനകത്ത് ഇടുന്നുണ്ട്, മോക്ക് ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും അല്ലാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ആണെങ്കിലും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റ ബൈ.